ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആത്മജ്ഞാനിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്ന് കാണിക്കുന്ന ഭാഗം. ശൂപവർണാദികം സർവം വിഹായ പരമാർത്ഥവിദ് പരിപൂർണചിദാനന്ദ സ്വരൂപേണാവതിഷ്ഠതേ. ജ്ഞാനി രൂപം, വർണ്ണം മുതലായതെല്ലാം ഉപേക്ഷിച്ചിട്ട് പരിപൂർണമായ ജ്ഞാനം, ആനന്ദം ഇവയുടെ മുക്തിയായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഉപേക്ഷിക്കുക എന്നുള്ളത് മുറിച്ചു മാറ്റിയിട്ട് എന്നല്ല, ബലപൂർവകമുള്ള ഉപേക്ഷിക്കലല്ല. ഇന്ദ്രിയ വിഷയങ്ങളിലേക്കുള്ള പോക്കിനെ ബോധപൂർവം നിയന്ത്രിച്ചിട്ട് അല്ലാതെ ആയാൽ അത് അടക്കി വയ്ക്കലായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തിമാർഗമെന്നോ നിവൃത്തിമാർഗമെന്നും രണ്ട് മാർഗത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നും പറയേണ്ടി വരും. അതുകൊണ്ട് ബോധപൂർവം അതിൻ്റെ മിഥ്യാത്വത്തെ മനസ്സിലാക്കിയിട്ട് വിചാരം കൊണ്ട് എന്ന് ഇനിയും പറയാൻ പോകുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല സ്മൃതി പറയുന്നത് അഹം വാസുദേവ സർവ പ്രത്യേകാത്മാ പരോയസ്യ സമത്പരോ നാന്യോഹം തസ്മാദേവി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗീതയിലാണെങ്കിൽ അല്ലേ വാസുദേവ സർവമിതി അല്ലേ, അങ്ങനെയുള്ള മഹാത്മാക്കൾ സുദുർലഭമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വാസുദേവ സർവമിതി, എല്ലാം വാസുദേവനാണെന്നറിഞ്ഞ അല്ലേ, അങ്ങനെ അറിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പരിമിതങ്ങളായവയിലേക്കുള്ള പോക്കിനെ വിചാരം കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിലൊരുപാട് ആശയങ്ങളെ നമുക്ക് തരുന്നുണ്ട്. ഈ ശരീരത്തെ ഇന്ന് വരെ ധരിച്ചു വെച്ചിരുന്നതിൽ നിന്ന് അസ്ഥി മലമൂത്ര പാത്രമാണെന്നൊക്കെ മനസ്സിലാക്കി ഇതുവരെ പറഞ്ഞത് മുഴുവൻ അതിനെ സാധൂകരിക്കുന്നതാണ്. അങ്ങനെ ഇടയ്ക്കൊക്കെ അതൊക്കെ വിചാരം ചെയ്ത്, അപ്പോൾ വിചാരം ചെയ്താൽ അതിൽ വെറുപ്പല്ലേ ഉണ്ടാവുക? അങ്ങനെയല്ല, തനിക്ക് തന്നോട് അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൽ വെറുപ്പല്ല എന്ന് പറ്റും. മറ്റുള്ളവരിലാണെങ്കിലില്ലേ, മറ്റുള്ളവരോടാണെങ്കിലുണ്ട് ഉത്കൃഷ്ടത തനിക്ക് തന്നോടാണ് ഏറ്റവും കൂടുതൽ. തനിക്ക് തൻ്റെ ശരീരത്തോടാണ് പ്രിയം, തന്നോടാണ് പ്രിയം. ശരീരത്തിനോടാണോ എന്ന് ചോദിച്ചാൽ ശരീരത്തിനോടല്ല, ഒന്നുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതോടാ പ്രിയം? എനിക്ക് ഏറ്റവും ഒറ്റയ്ക്കായ എന്നോടാണെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴാണ്. ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയുന്ന സമയത്ത് അവിടെ ശരീരസംഘാതം ഒന്നും ഇല്ലാത്ത കേവലനായ, കേവലൻ എന്നാണ് അവിടെ പദപ്രയോഗം. കേവലൻ, കലർപ്പില്ലാത്തവൻ ആയി ഞാൻ മാത്രമായി ഒറ്റയ്ക്കുള്ള സമയം എപ്പോഴാണ്? സുഷുപ്തിയിലാണ് താൻ. കലർപ്പില്ല. എന്നാലും അത് വീടായിട്ടാണ് പറഞ്ഞത്. ത്രിഭുവനമാണ്. ത്രിഭുവന സീമ കടന്ന് എന്ന് ആത്മോപദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അത് വീട് എന്ന് പറയാൻ കാരണം, ത്രിഭുവനം എന്ന് പറയാൻ കാരണം, 3 വീടുകളാണ് നമുക്കുള്ളത് വിശ്രമിക്കാൻ. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയാകുന്ന 3 വീടുകൾ. ഇതിലൊക്കെ മാറി മാറി താമസിച്ച് അങ്ങനെ പോവുക ജീവൻ.
ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, സ്വപ്നം, ജാഗ്രത്. സ്വപ്നമാകുന്ന വീട്ടിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും സ്വപ്നമാകുന്ന ആ ഒരു വീടാണ് ഇടയ്ക്കുള്ളത്. ഇങ്ങനെ വഴി നിശ്ചയിക്കുന്നത്. ഈ വീടുകളിൽ ഇനി സുഷുപ്തി എന്ന് പറയുന്ന സമയത്ത് അവിടെ കേവലനായ ഞാനാണ് എന്നറിഞ്ഞാലും അവിടെ ഇരിക്കാൻ വകുപ്പൊന്നുമില്ല. അധികം ഉറങ്ങാൻ വയ്യല്ലോ, ഉണർത്തിയില്ല, പോ അടുത്ത വീട്ടിൽ പോ. ഇങ്ങനെ ഈ ത്രിഭുവന സീമ 3 വീടുകളുടെ അതിർത്തി കടന്നാൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? ശാശ്വതമായ ആനന്ദം ഉണ്ടാവുന്നുള്ളൂ. ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവ്, അറിയുന്നവൻ, അറിയുക എന്നുള്ള ത്രിപുടി പോയി. ത്രിപുടി ഉള്ള കാലത്തോളം അറിവ് പൂർണ്ണമല്ല. അതുകൊണ്ട് ജ്ഞപ്തി സ്വരൂപം, അറിവ് തന്നെ തന്റെ സ്വരൂപമായി തീർന്നിരിക്കുക. അറിവും അറിയുന്നവനും വേറെ ഉണ്ടെങ്കിൽ അവിടെ അറിവ് പൂർണ്ണമല്ല. ഒന്ന് പൂർണ്ണമാണെങ്കിൽ അവിടെ അറിയുന്നവൻ ഇല്ല. അറിയുന്നവൻ ഉണ്ടെങ്കിൽ അത് അറിവ് പൂർണ്ണമല്ല. അറിയുന്നവൻ വേറെ ഉണ്ടെങ്കിൽ ആ അറിവ് പൂർണ്ണമല്ല. അത് ഗ്ലാസ്സിലുള്ള വെള്ളം പോലെ, ഗ്ലാസ്സിൽ വെള്ളം പൂർണ്ണമാണെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ പൗരാണിക തലത്തെ എടുത്തു കഴിഞ്ഞാൽ വൈകുണ്ഠത്തിൽ വിഷ്ണു പൂർണ്ണനായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയോ, കൈലാസത്തിൽ ശിവൻ പൂർണ്ണനായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയോ പരിമിതമായ പൂർണ്ണതയാണ്. അത് പൂർണ്ണതയല്ല. അത് കാലത്താൽ, ദേശത്താൽ പരിമിതമാക്കപ്പെട്ട പൂർണ്ണതയാണ്. അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വെള്ളം പൂർണ്ണമാണ്, നിറഞ്ഞിരിക്കുന്ന വെള്ളമാണെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാണ്, ഇനി അങ്ങോട്ട് ഒഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതും ഗ്ലാസ്സിനാൽ പരിമിതമാക്കപ്പെട്ട പൂർണ്ണതയാണ്. വൈകുണ്ഠാദി കൈലാസാദി ലോകങ്ങൾ പോലും പരിമിതമാണ്. അവിടെതൊന്നും ഈശ്വരതത്വം പൂർണ്ണമാണെന്ന് പറയാൻ വയ്യ. പിന്നെ എവിടെയാണ് ആ പൂർണ്ണം? പൂർണ്ണം എന്നുള്ളത് അറിവാണ്. അറിവ് എന്നുള്ളതും അത് ആപേക്ഷികമായ അറിവല്ല, അത് പൂർണ്ണമായ അറിവ്. അതാണ് ഭാരതം എന്ന് പറയാൻ കാരണം. ആ അറിവിലാണ് നമ്മൾ, ആ സംസ്കാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആണോ എന്ന് ചോദിച്ചാൽ ഭാ ദീപ്തൗ തസ്യാം രമതേ ഇതി. ദീപ്തി എന്ന് പറഞ്ഞാൽ പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ അവിടെ നിരപേക്ഷമായ പ്രകാശം ഏതാണ്? അറിവാണ്. മറ്റൊക്കെ ആപേക്ഷികമായ പ്രകാശമാണ്. നിരപേക്ഷമായ പ്രകാശം. അപ്പൊ പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവ് എന്നും പറയാം. അറിവിനെയാണ് പ്രകാശം എന്ന് പറയുന്നത്, നിരപേക്ഷമായ പ്രകാശത്തെ. ആ അറിവിൽ ആനന്ദിക്കുന്നത് എന്നർത്ഥം വരുന്ന ഭാരതം, സംസ്കാരം എന്ന് പറയുമ്പോൾ അറിവിലാണ് അതുള്ളത്. ഏതറിവില്? ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതായി തീരുന്നത്, ആ അടിസ്ഥാനമാണ്. ആ ഉണ്മയെക്കുറിച്ചുള്ള അറിവ്, ആ ഉണ്മയെക്കുറിച്ചുള്ള അറിവ്. ആ ഉണ്മയെക്കുറിച്ചുള്ള അറിവ്, അറിവും അറിയുന്നവനും അറിയുക എന്നുള്ള ത്രിപുടിയും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമല്ല എന്ന് പറയും. ഉപേക്ഷിച്ചിട്ടെന്ന് പറയുമ്പോൾ നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ പൂർവോക്ത രീതിയാ തന്നിൽ തന്നെ ലയിപ്പിച്ചിട്ട് എന്നർത്ഥം. യഥാ ദീപോ നിവാദസ്ഥോ നേങ്കതേ തോപമ സ്മൃത. കാറ്റില്ലാത്ത സ്ഥലത്തെ ദീപം ചലിക്കാത്തതുപോലെ എന്ന ഉപമ ഇവിടെ ഓർക്കണം എന്ന് പറഞ്ഞിരിക്കുക. കാറ്റില്ലാത്തടത്ത് ദീപം പോലെ. കാറ്റുള്ളിടത്ത് ചഞ്ചലമായി ഇളകിക്കൊണ്ടിരിക്കുന്ന ദീപമല്ല, കാറ്റില്ലാത്തിടത്തെ ദീപം. ഇവിടെ ചിന്തിക്കേണ്ടത് ഈ കാറ്റില്ലാത്തിടത്ത് ദീപമായി തീരാൻ വേണ്ടിയാണ് യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം സമാധി എന്നുള്ള മാർഗവും എല്ലാം അതിലേക്കാണ് ചൂണ്ടുന്നത്. ഈ ധാരണയെയാണ് എന്ത് ചെയ്യുന്നത്? ധ്യാനമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ധ്യാനം എന്നുള്ളത് ഒരാൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ധ്യാനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു അമ്മ പോവുക. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഈ അമ്മ വെയിലത്ത് പോണ സമയത്ത് നമ്മൾ പറഞ്ഞു എങ്ങോട്ടാ പോകണം? അപ്പോൾ ഇവിടെ അടുത്താണല്ലോ വീട്, എന്നാൽ വരൂ എന്ന് പറഞ്ഞാൽ കയറി, വണ്ടിയിലൊക്കെ കയറി. അപ്പോൾ പോയപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. ഡോക്ടറുടെ ക്ലിനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. ഈ ഡോക്ടർ കുറച്ച് പേര് കേട്ട ഡോക്ടർ തന്നെ. എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പറയാനൊരു മടി. അമ്മ പറയുകയാണ് അവിടെ സഹജയോഗം നടക്കുകയാണ്. ഡോക്ടർ നടത്തുന്നത് സഹജയോഗം. ഡോക്ടർ നടത്തുന്നത് എന്തോ അല്ലേ എന്നല്ല. ഈ അപ്പം ചോദിച്ചാൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 55 പേര് പങ്കെടുക്കുന്നത്.
അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് സ്വാമിജി ക്ലാസ് എടുക്കുന്നത്. 1 കിലോമീറ്റർ ഇല്ല. പറഞ്ഞ മനസ്സിലായല്ലോ. അവിടെ ഇവരാരും വരാറില്ല. അതിന് വന്നോളണം, അതിന് വരാത്തോണ്ടുള്ള അസൂയ കൊണ്ടല്ല പറഞ്ഞത്. പക്ഷെ ആര് എന്ത് പേര് പറഞ്ഞാലാണോ ഇതൊന്നും ഉൾക്കൊള്ളുക, നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ആര് എന്ത് പേര് പറഞ്ഞാലാണോ ഉൾക്കൊള്ളുക. പക്ഷെ പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നത് അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ ഈ ഡോക്ടർ അത് നടത്താൻ അർഹനാണോ അല്ലേ എന്ന് നമുക്കറിയില്ല കേട്ടോ. പക്ഷെ അതേ സമയത്ത് പോകുന്ന ആൾക്കാർ എങ്ങനെയാ പോകണമെന്ന് വെച്ചാൽ അയാൾ മെഡിക്കൽ സയൻസിൽ ബിരുദമുള്ള ആളാണ്, അതുകൊണ്ട് അയാൾ ഇത് നടത്തിയാൽ അയാൾ അതിലും കേമനാന്ന് ധരിച്ചു പോകുക. ആ ധാരണ തെറ്റാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? അയാൾ ഇതും പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കേമൻ തന്നെയാണ്, നമുക്കറിയില്ല. പക്ഷെ പലപ്പോഴും പോവുക എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാ, വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉന്നതനോ അല്ലെങ്കിൽ അഗ്രഗണ്യനോ ആണെങ്കിൽ ആ മാനദണ്ഡം വെച്ച് ഇത് ചെയ്യും, അയാളടുത്ത് ഇതിനും പോവാന്ന് വിചാരിക്കും. വെറുതെ വിടില്ല. ചെന്ന് കഴിഞ്ഞാൽ വെറുതെ വിടില്ല ആരും. എൻ്റെ അടുത്തേക്ക് വന്നില്ലേ, പിന്നെ വെറുതെ വിടാൻ പറ്റുമോ? അപ്പൊ എന്തെങ്കിലുമൊക്കെ. പക്ഷെ അതിൽ അയാൾക്ക് പരിമിതമായ അറിവേ ഉണ്ടാവുള്ളൂ. എല്ലാവരെയും പറ്റി പറഞ്ഞില്ല കേട്ടോ. പല മേഖലയിലും അറിവുള്ള പല ആളുകളുണ്ട് ഇല്ലേ? പക്ഷെ ഇവിടെ ഉണ്മയെക്കുറിച്ചുള്ള അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ എല്ലാ മേഖലയിലുള്ള അറിവുണ്ടായിക്കോളണം എന്ന് പറയരുത്. അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ട്. ഒരാൾ മഹാജ്ഞാനിയാണ്, തത്വജ്ഞാനിയാണ്, അതുകൊണ്ട് അയാൾക്ക് ബാക്കിയുള്ള എല്ലാ അറിവും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചത്. സ്വർണത്തെക്കുറിച്ച് അറിയുന്നവനാണെങ്കിൽ ആഭരണത്തെക്കുറിച്ച് അറിയും എന്നോ അറിയില്ലെന്നോ അർത്ഥം അവിടെ ഇല്ല. സ്വർണത്തെക്കുറിച്ച് അറിയും എന്ന് പറഞ്ഞതുകൊണ്ട് ആഭരണത്തെക്കുറിച്ച് അറിഞ്ഞോളണമെന്നില്ല. ഏതെന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുന്നു എന്ന് പറഞ്ഞത് ഏതിനെക്കുറിച്ചുള്ള അറിവാണ്? ഉണ്മയെക്കുറിച്ചുള്ള അറിവിലാണ്. പാരമാർത്ഥികമായ അറിവിലെ അയാൾ ഉണർന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് വ്യാവഹാരികമായ അറിവെല്ലാം അയാൾക്ക് പ്രാപ്തമാണ് എന്നൊന്നും പറയാൻ വയ്യ. ആയിരിക്കാം, അങ്ങനെയുള്ള മഹാത്മാക്കളുണ്ട്, ഇല്ലെന്ന് പറയാൻ വയ്യ. സിദ്ധന് സിദ്ധി ഉണ്ട് എന്ന് പറയാൻ വയ്യ. സിദ്ധന് സിദ്ധി ഉണ്ടാവാം. സിദ്ധി ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല സിദ്ധനെ അളക്കേണ്ടത്. ഏത് സിദ്ധനെ? ജ്ഞാനസിദ്ധനെ. ജ്ഞാനസിദ്ധിയാണല്ലോ പരസിദ്ധി. ഏറ്റവും വലിയ സിദ്ധി ഏതാണെന്ന് വെച്ചാൽ ജ്ഞാനസിദ്ധിയാണ്. അല്ലാതെ അണിമ ഗരിമം തുടങ്ങിയ അഷ്ടസിദ്ധികളോ മറ്റു സിദ്ധികളോ ഒന്നുമല്ല. പരം സിദ്ധി ജ്ഞാനസിദ്ധിയാണ്. അല്ല, ഒരിക്കലും അല്ല. അല്ല, ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല. ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല. അതായിക്കോട്ടെ, അത് നമ്മളെ തെറ്റിയില്ലല്ലേ? പ്രാരബ്ധം നമ്മളെ തെറ്റിയില്ലല്ലേ? അവരോട് ചോദിച്ചു വെക്കണം. നമുക്കൊരു രക്ഷയില്ല. കാരണം എന്താ വെച്ചാല് അവര് ജ്ഞാനി ദേഹമല്ല, ആ ചിന്തയിൽ നിന്നാണ് നമുക്ക് വരുന്നത്. നമ്മളുടെ ദൃഷ്ടിയിലല്ലേ അവർക്ക് ജ്ഞാനി എന്ന് പറഞ്ഞത്. ജ്ഞാനി അപ്പൊ ജ്ഞപ്തി സ്വരൂപം എന്ന് പറഞ്ഞത് പോയി. ജ്ഞപ്തി സ്വരൂപം എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്ന് പറയാൻ പറ്റില്ല. ജ്ഞാനി എന്ന് പറഞ്ഞാൽ അവിടെ പരിമിതമായി. ജ്ഞാനി എന്ന് നമ്മൾ വ്യവഹരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൃഷ്ടിയാൽ എന്താണ് അവിടെ നിഷേധിക്കുന്നുണ്ട്. ജ്ഞാനമുള്ളത് കൊണ്ട് ഒരാൾ ജ്ഞാനിയായി എന്ന് പറയുമ്പോൾ ജ്ഞാനി എന്നുള്ളൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ആ വ്യക്തി എന്നുള്ള തലം പരിമിതമാണ്. അത് നമ്മുടെ കാഴ്ചയാണ്. നമ്മുടെ ഈ കാഴ്ച ദോഷം ഉള്ളത് കൊണ്ട് ജ്ഞാനിയിലും നമ്മൾ എന്ത് ചെയ്യും? പ്രാരബ്ധത്തെ ആരോപിക്കുന്നു. കാരണം ഞാൻ അജ്ഞാനിയായതുകൊണ്ട് ഞാൻ നോക്കിക്കാണുന്ന ഇതാണ്, ഞാൻ കാണുന്ന ജ്ഞാനിയാണ്. എന്റെ കണ്ണടയുടെയാണ് ഞാൻ ജ്ഞാനിയെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? എനിക്ക് ജ്ഞാനത്തെ കാണാൻ പറ്റുമോ? ഞാൻ ആ ജ്ഞപ്തി സ്വരൂപത്തെ എനിക്ക് കാണാൻ പറ്റുമോ? ജ്ഞപ്തി സ്വരൂപത്തെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ആ ജ്ഞാനം പൂർണ്ണമല്ലല്ലോ. കാണുന്ന വേറെ ഞാനല്ലേ. അവിടെ ജ്ഞാനികൾ എന്ന് പറയാൻ പറ്റില്ല, ബഹുവചനം ഉപയോഗിക്കാൻ പറ്റില്ല. ഭഗവത്ഗീത ഒരധ്യായം കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഓം തത് സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അല്ലേ, അർജുന വിഷാദ യോഗോ നാമ പ്രഥമോധ്യായ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. എന്താ അർത്ഥം? ഓം തത് സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു, ശ്രീമദ് ഭഗവത്ഗീതകളിൽ ബഹുവചനം, ഉപനിഷത്സു ഉപനിഷത്തുകളിൽ, ബ്രഹ്മവിദ്യായ ബ്രഹ്മവിദ്യകളിൽ എന്നല്ല.
ബ്രഹ്മവിദ്യയിൽ വിദ്യ എത്ര ഉണ്ട്? അപ്പൊ ജ്ഞാനി എത്ര ഉണ്ട്? ജ്ഞാനം രണ്ടുണ്ടെങ്കിലല്ലേ ജ്ഞാനികൾ ഉണ്ടാവുള്ളൂ. ജ്ഞാനത്തിൽ വേറെ വേറെ ഉണ്ടെങ്കിൽ, എല്ലാ ജ്ഞാനികളും വേറെ പല ജ്ഞാനികളുണ്ടെങ്കിൽ പല ജ്ഞാനം ഉണ്ടാവണ്ടേ? ആ ജ്ഞാനം പരംജ്ഞാനമല്ലല്ലോ. അവിടെ നമ്മൾ ജ്ഞാനികളെ വേർതിരിക്കുന്നത് ഈ ജ്ഞാനത്തിന്റെ മാനദണ്ഡം വെച്ചിട്ടല്ല. ആ മാനദണ്ഡം വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. അയാൾ വന്ന വഴി അല്ലെങ്കിൽ അയാളുടെ സ്വഭാവ ഗുണ വിശേഷങ്ങൾക്കനുസരിച്ച് നമ്മൾ ജ്ഞാനിയെ വേർതിരിച്ചിട്ടുണ്ട്. എന്താ അഭിപ്രായം? അത് നമ്മുടെ ദോഷമല്ലേ? ഒരു ജ്ഞാനി ഇങ്ങനെ ആയിക്കൊള്ളണം. എന്തിന്റെ അടിസ്ഥാനത്തില? അറിവിന്റെ അടിസ്ഥാനത്തില, പരം അറിവിന്റെ അടിസ്ഥാനത്തിലാ. ചിലപ്പോൾ വല്ല സിദ്ധികളുടെ അടിസ്ഥാനത്തിലാവും. ചിലപ്പോൾ അയാൾ ഒരു ദേഷ്യം പിടിക്കുന്ന ഒരാളാവും, വേറൊരാൾ നല്ല ശാന്ത സ്വഭാവനാവും. പറഞ്ഞത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ ജ്ഞാനിയെ വേർതിരിച്ചത്? അതെന്തോ ആവട്ടെ, ആളൊക്കെ നമ്മളെടുത്ത അളവ് ഇല്ല. പക്ഷെ അയാൾക്കത് ദോഷമില്ലെങ്കിൽ പിന്നെ എന്ത് നമുക്ക്? ജ്ഞാനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? അയാള് വന്ന വഴി, അയാൾ രജോ ഗുണക്കാരനാണെങ്കിൽ, തമോ ഗുണക്കാരനാണെങ്കിൽ, സത്വഗുണക്കാരനാണെങ്കിൽ അയാൾ ഗുണാതീതനാണ്. അയാൾ ഇനി ആ ഗുണത്തെ അപേക്ഷിക്കുന്നില്ല. നമ്മളത് അപേക്ഷിക്കുന്നതിന് നമുക്ക് എന്ത് ഗുണം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ വിലയിരുത്തുന്നത്, നമ്മുടെ മാനദണ്ഡം എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാല്, ഒരാള് സാത്വികനായ ഒരു ജ്ഞാനി, അയാളെ നമ്മൾ കണ്ടു, സത്വഗുണ സമ്പന്നനായ ഒരാൾ. അപ്പൊ വേറൊരു ജ്ഞാനിയെ നമ്മൾ കണ്ടു, ജ്ഞാനം വേറെയല്ല. അപ്പൊ എന്താ, അയാൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഹീറ്റാവുന്ന ആളാണ്. അപ്പൊ അയാളെ കണ്ടപ്പോൾ ഇത് ജ്ഞാനി അല്ലല്ലോ, പറയാൻ പറ്റില്ല. അയാള് ഏത് മഹിമയിലാണ് അയാള് വിരാജിക്കുന്നത് നമുക്കറിയില്ല. പുറമെ കാണുന്നത് ലോകത്തിന്റെ സ്വഭാവം അയാൾക്ക് ഭാരമല്ല, അജ്ഞാനിക്ക് ഭാരമാണ്. അജ്ഞാനിക്ക് രജോ ഗുണം അയാൾക്ക് ദോഷം ചെയ്യും, തമോ ഗുണം അയാൾക്ക് ദോഷം ചെയ്യും, സത്വഗുണം അയാൾക്ക് ദോഷം ചെയ്യും. പിന്നെ ഏതാ പറയാ? സത്വഗുണമാണ് ഏറ്റവും വലിയ ദോഷം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോകവാസനയേക്കാൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ശാസ്ത്രവാസനയെയാണ്. ലോകവാസനയേക്കാൾ ഭാരം, പ്രയാസങ്ങള്, പ്രശ്നങ്ങള് നമ്മൾ നേരിടേണ്ടി വരുന്നത് ശാസ്ത്രവാസനയിലാണ്. അപ്പൊ ശാസ്ത്രവാസന ഉണ്ടാവണമെങ്കിൽ അതെവിടെയാണ്? സത്വഗുണത്തിലെ സാധ്യമാവും. അപ്പൊ ഏറ്റവും വലിയ അപകടം സത്വഗുണാണെന്ന് പറയേണ്ടി വരും. എന്നാൽ രജോ ഗുണത്തിലും തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിന് സത്വഗുണത്തിലേക്കും ഉയരാൻ വേണ്ടി നമ്മളോട് എന്ത് പറയും? ഇത് മനസ്സിലാക്കണ്ടേ, ഇതൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ നമുക്ക് തോന്നണ്ടേ, സാധന ചെയ്യാൻ തോന്നണ്ടേ, അതിന് സത്വഗുണം വേണം. എന്നാൽ സത്വഗുണവും നമ്മളെ നശിപ്പിക്കും. ഗുണങ്ങളൊക്കെ, അതുകൊണ്ടാ ഗുണാതീതനാവണം എന്ന് പറഞ്ഞത്. നീ ഗുണങ്ങൾക്ക് ഉപരിയെത്തൂ എന്ന് പറഞ്ഞത്. ആ ഗുണങ്ങൾക്ക് ഉപരിയെത്തിയ ഒരാൾക്ക് ഏത് ഗുണത്തെയും സ്വീകരിച്ചൂടെ? അയാൾ വന്ന വഴിയിൽ അയാൾ ദേഷ്യം പിടിക്കുന്ന സ്വഭാവക്കാരനായ അയാൾക്കത് പ്രശ്നമല്ലല്ലോ. എന്താ, അയാൾ ഇനി ഉള്ള സമയം മുഴുവൻ ചെലവാക്കിയിട്ട് അയാളുടെ ആ അന്ധനിഷ്ഠയെ പാലിക്കുന്നതിന് പകരം അയാളെ ദേഷ്യം മാറ്റാൻ നോക്കണോ? കാരണം അത് ലോകത്തിന് ചിലപ്പോൾ ആവശ്യം. അയാൾ ലോക സംഗ്രഹത്തിന് വേണ്ടി അല്ല അയാൾ ജീവിക്കുന്നത്. അയാൾക്ക് എന്തിനു വേണ്ടി ജീവിക്കുന്നത്? അയാൾ സ്വന്തം നിഷ്ഠയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ സ്വാഭാവികമായ നിഷ്ഠയ്ക്ക് അത് തടസ്സമല്ലെങ്കിലോ? അയാൾ ഏതിൽ പ്രകൃതിയിലുള്ളവരൊക്കെ പ്രകൃതി വശകരായിട്ടൊക്കെ ജീവിക്കുന്നു, അയാൾ പ്രകൃതിയെ വശത്തിൽ വെച്ചിരിക്കുകയാണെങ്കിലോ? ഇനി ശിഷ്യോപകാരാർത്ഥം ദേഷ്യം പിടിക്കുന്നതൊക്കെ നല്ലതാണെങ്കിലോ? നമുക്ക് പറയാൻ വയ്യല്ലോ. എല്ലാവരും ഒരേപോലെ ആയാൽ പിന്നെ എന്ത് കഥകളല്ലേ? പക്ഷെ ജ്ഞാനത്തിൽ പറഞ്ഞു ലോകസംഗ്രഹം എന്നുള്ളത് നടക്കും. അത് ലോകം നോക്കുന്നു. നമ്മൾ ഈ വേവലാതിയുള്ള കാലത്തോളം ലോകസംഗ്രഹം നടക്കില്ല. ഇതാണ് പലപ്പോഴും നമുക്കൊക്കെ പറ്റിപ്പോകുന്നത്. കാരണം വെച്ചാൽ ഞാൻ അതൊക്കെയാണ് നേരെയാക്കി എടുക്കാവോ, ഈ വ്യാമോഹമുള്ള കാലത്തോളം അത് നേരെയാവില്ല. മറിച്ച് നന്നാവട്ടെ നന്നാവാതിരിക്കട്ടെ, ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും, ആ ഉദ്ദേശശുദ്ധി. ഇതായിരുന്നു മഹാത്മാക്കൾ. അതുകൊണ്ട് അവർക്ക് തളർച്ച ഉണ്ടായിരുന്നില്ല, പതർച്ച ഉണ്ടായിരുന്നില്ല. അവര് ലോകത്തെ നന്നാക്കിയെടുക്കുന്നതിൽ അവർക്ക് വിശ്രമയേ ഉണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും എത്ര നന്നാക്കി, നായന്റെ വാല് കുഴലിട്ട് നൂർത്താൻ നോക്കിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്തിരിഞ്ഞില്ല. നമ്മൾ കുറച്ച് പണിയെടുക്കുമ്പോഴേക്കും എന്താവും?
നമ്മൾ പിന്തിരിയും. ഒരു കാര്യമല്ല, എത്ര കാലായി ഞാൻ പരിശ്രമിക്കുന്നു, നിരാശയായി. അവിടെ ഞാനുണ്ട്, ഇതൊക്കെ ചെയ്തത് ഞാനാ. മറ്റത് അങ്ങനെയല്ല, ഞാനൊരു ഉപകരണമാണ്, അവിടുത്തെ നിയമമാണ്. ഞാനായിട്ട് വഴി തെറ്റിക്കാൻ ഞാൻ മതി. എനിക്ക് എന്താണോ തോന്നുന്നത് അത് ലോകസംഗ്രഹത്തിനായിട്ട് തോന്നുന്നുണ്ടോ, ആ തോന്നൽ പോലും അവിടുത്തെ ഇച്ഛയായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിത്തീരും? ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള കാലത്തോളം നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നന്നായിട്ടില്ലെങ്കിൽ നിരാശ വരും. നിരാശ ഉള്ള കാലത്തോളം ഒട്ട് നന്നാക്കിയെടുക്കാൻ പറ്റില്ല. എന്താ അഭിപ്രായം? ഞാൻ വീടിനെ നന്നാക്കട്ടെ, നാടിനെ നന്നാക്കട്ടെ, യൂണിവേഴ്സിറ്റി ചെയറിനെ നന്നാക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. അതൊക്കെ അങ്ങനെ നന്നാക്കാനുള്ള വ്യാമോഹം. ഞാൻ ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നന്നായാൽ അല്ലെങ്കിൽ നന്നായിട്ടില്ലെങ്കിൽ എനിക്ക് മോശമല്ലേ എന്നൊക്കെ ചിന്തിച്ചാൽ എന്തുണ്ടാവും? ഞാൻ വന്നത് അത് പൂർണ്ണമായി നീതി പുലർത്തി എന്നിട്ട് എന്തോ ആവട്ടെ, അങ്ങനെ ചെയ്താൽ നേരെയാവും. പക്ഷെ അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടി വരും. നല്ലോണം പരിശ്രമിക്കണം, പക്ഷെ അത് തീർത്തും അല്ല. ഇതിലൊക്കെ വല്ല ഇതുണ്ടെങ്കിൽ പറയണേ, നമുക്ക് ചർച്ചയല്ലേ ആവശ്യം. ഈ നിരാശ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, പൊതുവെ അല്ലേ? എത്രയോ ആളുകൾ ദിവസം തോറും എന്ന് പറഞ്ഞ പോലെ പറയാറുണ്ട്, എത്ര ശ്രമിച്ചിട്ടും നേരെ. ഇത് നിരാശ. ആ നിരാശ വേണ്ട. ആശ ഉള്ളതുകൊണ്ടാണ് നിരാശ വരുന്നത്. ആശയില്ലെങ്കിൽ നിരാശയില്ല. അതുകൊണ്ട് പറയുന്നത് ഇവിടെ ഉപേക്ഷിച്ചിട്ടെന്ന് പറഞ്ഞാൽ, ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം ഉപേക്ഷിക്കേണ്ടത് എന്താണ്? അത് കാശിയിൽ പോയിട്ട് ഇന്ന് വരെ താൻ ഉപയോഗിക്കാത്ത ഭക്ഷണ പദാർത്ഥം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പോലെയല്ല. അങ്ങനെ ഉപേക്ഷിക്കലുണ്ട്. ഇന്ന് വരെ ഉപയോഗിക്കാത്ത സാധനം കാശി പോയാൽ എന്തെങ്കിലും ഉപേക്ഷിക്കണ്ടേ? ഉപേക്ഷിക്കാനാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇന്ന് വരെ ഉപയോഗിക്കാത്ത സാധനം ഉപേക്ഷിച്ചു പോയി. അങ്ങനെയല്ല. ഇനി ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് ബലപൂർവകമുള്ള മുറിച്ചു മാറ്റലല്ല. അങ്ങനെ വിചാരിക്കരുത്. അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന ബലപൂർവകമുള്ള മുറിച്ചു മാറ്റലല്ല. പിന്നെന്താണ്? അതിൻ്റെ മിഥ്യാത്വത്തെ വിചാരം കൊണ്ട് അതിക്രമിച്ചിട്ട് വിചാരം ചെയ്യണം. ഈ വിചാരം കൂടാതെ അന്യസാധനകളെ കൊണ്ടൊന്നും പരം വൈരാഗ്യം, ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനവൈരാഗ്യം മാത്രമാണ് മുക്തിക്ക് കാരണമായിരിക്കുന്നത്. അത് വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് തൈത്തിരീയ വംശത്തില് ഉള്ള മന്ത്രമൊക്കെ പറയുന്നത് തന്നെയല്ലേ? യഥോ വായുമാനി ഭൂതാനി ജായന്തേ എന്നൊക്കെ കേട്ടില്ലേ? എത്രയോ പ്രാവശ്യം ഇവിടെ കേട്ടിട്ടുണ്ടാവൂലേ? എന്താ ഞാൻ ഇപ്പതാ പറഞ്ഞു തരാം. എന്താ പറഞ്ഞു തരണത്? എന്താണ് ബ്രഹ്മ എന്ന് പറഞ്ഞുതരാം എന്ന് പറഞ്ഞുതരാം അല്ല എന്ന് പറയല്ല ചെയ്തത്. ഇതിനെന്താ ചെയ്തത്? യഥോ വായുമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി എന്നൊക്കെ പറഞ്ഞിട്ട് തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞാ അതാണ് ബ്രഹ്മം. അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതാണ് ബ്രഹ്മം എന്ന് കാണിച്ചു കൊടുത്തോ? എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലത് മുറിച്ച് മാറ്റി അല്ലേ? ചിലതൊക്കെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ബ്രഹ്മമാണെന്നാവുമായിരുന്നു. ഇല്ല. ഇതുകൊണ്ടാണ് ഈശാവാസി വംശത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നത് ആചാര്യസ്വാമികൾ നിവൃത്തി മാർഗമാണ് ആദ്യം പറയുന്നത്, പിന്നെയാണ് പ്രവൃത്തി മാർഗം പറയുന്നത്. പൊതുവെ ആരും അങ്ങനെ പറയാറില്ല. എന്താ പറയുക? പ്രവൃത്തി മാർഗം കഴിഞ്ഞ് വേറൊരു പണിക്കും പറ്റാതാവുമ്പോ ഈ നിവൃത്തി മാർഗത്തെ സ്വീകരിച്ചോളൂ. അങ്ങനെയല്ല. മനുഷ്യജന്മം തന്നെ എന്തിനു വേണ്ടിയിട്ടാ? നിവൃത്തി മാർഗത്തിനുള്ള അധികാരമാണ്. ഇനി വേറെ അധികാരം എനിക്ക് കിട്ടേണ്ട. പറഞ്ഞു മനസ്സിലായില്ലേ? എന്നിട്ട് ആ നിവൃത്തി മാർഗ അധികാരത്തിലേക്ക് ധീരൻ മാത്രമേ നടക്കാൻ പറ്റൂ. ധീരൻ എന്ന് പറയുന്ന സമയത്ത് ഏതോ ഒരു ധീരൻ. എങ്ങനെയാണ് ആ ധീരൻ? ധീരത വേണം അവിടെ. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ഭാവമാണ് ധീരൻ. ഇനി വേറെ ചിലരുണ്ട്, അവിടെ ഓരോ തലത്തിലും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അത് പ്രവൃത്തി മാർഗമായാലും നിവൃത്തി മാർഗമായാലുണ്ട്. നിവൃത്തി മാർഗത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ സുരസ്യധാര അനിശ്ചിതാദൂരത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മൂർത്തിയുള്ള കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുന്നതിന് തുല്യമാണ് ത്യാഗത്തിന്റെ മാർഗം എന്ന് പറഞ്ഞത്. മുറിച്ചു മാറ്റലല്ല. പക്ഷെ അവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ത്യാഗം എപ്പോഴും പതിക്കാൻ കാരണമായേക്കാം. പക്ഷേ
നിഷ്ഠയോടുകൂടി അനുഷ്ഠാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ആ പ്രതിബന്ധങ്ങളെ തുളച്ചു കയറാനുള്ള ശക്തി ഇതാണ്. അത് വളരെ ഇഷ്ടം. അതുകൊണ്ടാണ് അനുഷ്ഠാനം എന്നുള്ളത് ഒരു തലം വരെ മുഖ്യമാണെന്ന് വന്നു. അനുഷ്ഠാനമുള്ള ഒരാൾക്ക് ഒരു പേടിയും പേടിക്കണ്ട. അനുഷ്ഠാനം ഇല്ലെങ്കിൽ ഏത് മാർഗം ശ്രേഷ്ഠം? ഒരു മാർഗം ശ്രേഷ്ഠമല്ല. സന്യാസമാർഗം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. സന്യാസ മാർഗ പറഞ്ഞത് കേട്ടോ, വിദ്യാസന്യാസമല്ല, വിദിശാ സന്യാസ പറഞ്ഞത്. മറ്റു മാർഗങ്ങളെക്കാൾ പതിക്കാൻ എളുപ്പമാണ് ഇത് സന്യാസമാർഗം. ഏത്? ഈ വിദിശാ സന്യാസം. വിദ്യാസന്യാസമല്ല പറഞ്ഞത്. വിദ്യാസന്യാസത്തെ കുറിച്ച് പറയാൻ നമ്മൾ ആളല്ല, പറഞ്ഞ മനസ്സിലായില്ല. കാരണം നമുക്ക് വളക്കാൻ പറ്റില്ല. പക്ഷെ മാർഗതലത്തിലുള്ള സന്യാസം എന്ന് പറയുന്നത് പോലും സന്യാസമാർഗം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പതിക്കാനുള്ള സാധ്യതയും അതിലുണ്ട്. പക്ഷേ അനുഷ്ഠാനം എന്നുള്ള അതുകൊണ്ട് അതിൻ്റെ തുളച്ചു മുന്നേറുന്നതാണ്. ഏത് പ്രതിബന്ധങ്ങളെയും തുളച്ചു കയറുന്ന പറഞ്ഞു വളരെ ചിന്തിക്കേണ്ട വിഷയം. അതുകൊണ്ട് ഇവിടെ ആത്മജ്ഞാനമാണ് ചർച്ച ചെയ്യുന്നത്. ഓർക്കണം, വേറൊരു ജ്ഞാനമല്ല. ആത്മജ്ഞാനം പുറത്തുനിന്ന് നേടേണ്ടതല്ല. ഇന്നതൊക്കെ ഒഴിവാക്കിയാൽ കിട്ടേണ്ടതല്ല. ഇന്നതൊക്കെ ഒഴിവാക്കിയിട്ട് കിട്ടേണ്ടതുമല്ല. പിന്നെന്താണ്? നമ്മളൊക്കെ ആരാണ്? ആത്മജ്ഞാനികളാണ്. ഉള്ളതായ അതിനെ തിരിച്ചറിയാതെ കണ്ടജാമീകര ന്യായം പോലെ ഓടുക. എന്താ? എങ്ങനെയത് അന്വേഷിക്കുക? ആത്മജ്ഞാനം ഉണ്ടാവാൻ എന്താ വഴി? ഗാർഗിനി മൈത്രയിലേക്ക് കഥ കേട്ടില്ലേ? ഇവിടെ തന്നെ ഇതന്നെയാണ് കേവലം, ഇതന്നെയാണ് നല്ലത്, ഇതന്നെയാണ് സുഖം എന്ന് വിചാരിക്കുന്ന ഒരാളിന്റെ അപ്പുറം അന്വേഷിക്കുന്നില്ല. യോ വൈ ഭൂമ തത് സുഖം. ഇവിടെ കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടില്ലായിരുന്നു? ഇന്ന അല്പസുഖം അസ്തി. അതിലെവിടെയുള്ളത്? അല്പസുഖം, അല്പസുഖത്തിന്റെ ഗന്ധം. ഭൂമൈവ സുഖം ഭൂമാത്വേവ വിജിജ്ഞാസിതവ്യം. അതുകൊണ്ട് ഇവിടെ ഒട്ടും സുഖമല്ലേ കേട്ടോ എന്ന് ആര് അറിയുന്നുവോ അയാൾ അന്വേഷിക്കുകയും. ആര്? ജിജ്ഞാസ ആയിക്കോ. ജ്ഞാതുമിച്ഛാ ജിജ്ഞാസ, അറിയാനുള്ള ഇച്ഛ ഉണ്ടാവുകയും. പ്രത്യക്ഷവും അനുമാനവും തൃപ്തരാകുന്നവർ, പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും തൃപ്തരാകുന്ന ഒരാള് പിന്നെ അപ്പുറത്തേക്ക് പോകുന്നില്ല. മഹാഭാഗ്യം കൊണ്ട് ഇന്ന് വരെ പ്രത്യക്ഷം കൊണ്ട് ആരും തൃപ്തരല്ല മനുഷ്യർ. നമ്മൾ പറഞ്ഞ വാക്കല്ല. ഇന്ന വിത്തേന ദർപ്പണീയോ മനുഷ്യ. വിത്തം കൊണ്ടോ ധനം കൊണ്ടോ തൃപ്തനാക്കപ്പെടുന്നവനല്ല മാനവൻ എന്ന് തിരിച്ചറിഞ്ഞവർ മാത്രം പോയാൽ മതി. അല്ലാത്തവർ 100 കൊല്ലക്കാലം ചെയ്യുന്നുണ്ടെങ്കിലും കർമ്മം ചെയ്ത് ജീവിക്കാൻ പറഞ്ഞു. അതിലൂടെ നീതി പുലർത്താൻ പറഞ്ഞു. ആരാണോ ഇതുകൊണ്ട് ഇവിടെ സുഖമല്ല, ഏതോ ഒരു നാവിന് ഇന്ന് വരെ പറയാൻ കഴിഞ്ഞില്ല മതിയെന്ന്, എന്തൊക്കെ ഉണ്ടായാലും. അതുകൊണ്ട് അത് സ്വാമിജി തന്നെ ഇവിടെ പറഞ്ഞു, ചക്രവർത്തി സാർവഭൗമൻ പോലും ആരെ? ആ ത്യാഗിയെ. ഏത് ത്യാഗിയെ? ആ ജിജ്ഞാസുയെ. അഥവാ എന്താ പറയാ, ആ ജ്ഞപ്തി സ്വരൂപത്തിൽ ഇരിക്കുന്ന ആളെ, അതിനെ ലക്ഷീകരിച്ച് മുന്നേറുന്ന ആളെ, അയാളെ പോലെ സമ്പന്നൻ വേറെ ആരുമില്ല. ചക്രവർത്തി സമ്പന്നനല്ല, ദരിദ്രനാണ്. കാരണം അയാൾക്ക് ഇനി ആവശ്യങ്ങളുണ്ട്, ഇരക്കുന്ന ആളാണ്. പക്ഷേ ചക്രവർത്തി സാർവഭൗമൻ പോലും ഈ സ്വയം ജ്ഞാനത്തിന്റെ മുന്നിൽ, ജ്ഞാനിയുടെ എന്ന് പറയുമ്പോൾ ഇവിടെ പരിമിതമായി, ജ്ഞാനത്തിന്റെ മുന്നിൽ എന്തായി? കുനിയുന്നുണ്ട്. എന്തുകൊണ്ടാ? കാരണം അത് വ്യക്തിയുടെ മറ്റു ഗുണങ്ങളെ എടുത്തിട്ടല്ല, അത് ജ്ഞാനത്തിന്റെ മേന്മയാണ്. ആ ജ്ഞാനം എന്നുള്ളത്, ആ ജ്ഞപ്തി സ്വരൂപം എന്നുള്ളത് മനസ്സിലായാൽ അത് പുറമെന്ന് കാണുന്നതല്ല, അത് താൻ തന്നെയാണ്. ഇവിടെ രണ്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ സുഖമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നാ സുഖം എവിടെയാണ്
അന്വേഷിക്കുക. ഇവിടെ സുഖമുണ്ട്, ഞാൻ തൃപ്തനാണെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് പോണത്? ഈ ലോക ജീവിതം ക്ഷണികമാണ് എന്ന് അറിയുന്നവനാ അപ്പുറത്തേക്ക് പോണത്. എത്രയായാലും അറിയുന്നില്ലെങ്കിലോ പോണ്ട, പോവരുത്, ഒരിക്കലും പോവരുത്. പോയാൽ അപകടമാണ്, പോയാൽ അപകടമാണ്. ഇതറിയുന്ന ആള് പോയിട്ടില്ലെങ്കിലും അപകടമാണ്. അത് മനസ്സിലായില്ലേ? ഇതറിയുന്ന ആള് പോവാതിരിക്കില്ല. ആര് പഠിച്ചു വെച്ചിട്ടും കാര്യമില്ല, ഓടും. ഏതുവരെ ഓടും? ഇനി ഓടാനില്ലാത്ത കാലത്തോളം ഓടും. അതുകൊണ്ട് ജ്ഞാനി എന്നുള്ളത്, ജ്ഞാനം എന്നുള്ളതിനെ എത്ര വർണ്ണിച്ചാലും തീരില്ല. കാരണം എന്താ വെച്ചാൽ വർണ്ണിക്കുന്നതൊക്കെ പുറത്തു നിന്നിട്ടാണ്. കാരണം അജ്ഞാനിയാണ് വർണ്ണിക്കുന്നത്. അജ്ഞാനിക്ക് ജ്ഞാനിയെ കുറിച്ച് വർണ്ണിക്കുന്നുള്ളൂ. അതുകൊണ്ട് അജ്ഞാന തലത്തിൽ നിന്ന് ആ കണ്ണടയിലൂടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. എന്തിനു വേണ്ടി അത് പറയുന്നു? അത് പറയുന്നില്ലേ? പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? നമുക്കൊരു സൂചനയ്ക്ക് വേണ്ടിയിട്ട്. ഗുരുനാഥനെ അല്ലെങ്കിൽ ജ്ഞാനിയെ അളക്കാൻ നമുക്ക് നമ്മുടെ കയ്യിൽ മാനദണ്ഡം ഇല്ല, അളവ് പോലും ഇല്ല. പക്ഷെ എന്തുണ്ട്? പിന്നെ നമ്മൾ അളക്കാൻ പോണത് എന്തിനാ? നമുക്ക് ആ ജ്ഞാനത്തെ സ്തുതിക്ക് വേണ്ടിയിട്ടാണ്, ജ്ഞാനത്തെ ആദരിക്കാനാണ്. ഇതിന്റെ അപ്പുറത്ത് ഒന്നുണ്ട് എന്നുള്ളത് ബോധിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് എല്ലാ ശാസ്ത്രവും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ആ ഒരു മാനദണ്ഡം, ഈ ബാഹ്യമായ ചിലതൊക്കെ വെച്ച് അളക്കരുതേ എന്നേ പറഞ്ഞുള്ളൂ. ജ്ഞാനത്തെ അളക്കരുതേ, ജ്ഞാനിയെ അളക്കരുതേ. എന്നിട്ട് പറയാണ് ഇവിടെ, ജ്ഞാനി ആത്മസ്വരൂപമായി വർത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്നീ ഭേദങ്ങളില്ലാതെ ഒരു ജ്ഞാനം ഉണ്ടാവുക. അപ്പൊ ആദ്യ ഘട്ടങ്ങളിൽ അയാൾ ജ്ഞപ്തി സ്വരൂപമാണെന്ന് അറിയുന്നതിന് മുമ്പ് അയാൾ ഏതിലൂടെ പോകണം? ഈ ത്രിപുടി കടക്കുന്നു പോകണം. ഈ ത്രിപുടി ആദ്യം തന്നെ നീക്കിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് എനിക്കൊന്നും അറിയാനില്ല, ഞാൻ ഇങ്ങോട്ടും പോകണില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാൻ ആരാണ്? ഞാനാണ് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നും അത് ഇരിക്കലാവും. അതുകൊണ്ട് ആദ്യഘട്ടങ്ങളിൽ എന്ത് വേണം? ശാസ്ത്രമുണ്ട്, ഗുരുവുണ്ട്, അല്ലേ? സാധനയുണ്ട്, ഒക്കെ ഉണ്ട്, ത്രിപുടിയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് വേണം ഉപേക്ഷിക്കാൻ. അതാണ് ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞത്. ഉപേക്ഷിക്കുകയാണോ? അല്ല, നമ്മളെ ഉപേക്ഷിക്കാൻ, നമ്മളെ ഉപേക്ഷിച്ചു പോവുക. ജ്ഞാതൃജ്ഞാനജ്ഞേയഭേദം പരേനാത്മനി വിദ്യതേ ചിദാനന്ദൈകരൂപത്വാത് ദീപ്യതേ സ്വയമേവ തത്. ജ്ഞാതൃജ്ഞാനജ്ഞേയഭേദം പരേനാത്മനി വിദ്യതേ ചിദാനന്ദൈകരൂപത്വാത് ദീപ്യതേ സ്വയമേവ തത്. പരമാത്മസ്വരൂപത്തിൽ വർത്തിക്കുന്ന ജ്ഞാനിയിൽ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്നീ ഭേദങ്ങളില്ല. നേരത്തെ എന്താ പറഞ്ഞത്? ആദ്യം ഭേദങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ ഭേദം ഒക്കെ പോയി. ഈ എന്താ പറയുക, ഈ പരിമിതങ്ങളായ വ്യക്തിത്വങ്ങളെല്ലാം, മതിലുകളെല്ലാം പൊളിഞ്ഞു പോവുകയാണ്. പൊളിച്ചു കളിയല്ല, പൊളിഞ്ഞു പോവാണ്. അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയം എന്നീ ഭേദങ്ങളില്ല. ഏകമായ സച്ചിദാനന്ദ രൂപമായതുകൊണ്ട് അത് സ്വയമേവ പ്രകാശിക്കുന്നു. സ്വയമേവ പ്രകാശിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ സൂര്യനാണ് എന്ന് കുറച്ചു കാലം മുമ്പൊക്കെ പറയായിരുന്നു. ഇപ്പൊ അത് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് പറയാം, ഭൗതിക ശാസ്ത്രം ചിലപ്പോ ഇന്ന് പറഞ്ഞ് നാളെ പറഞ്ഞ് തിരുത്തിന്ന് വരും. ഇവിടെ തിരുത്തുന്നില്ല. എന്താണ് സ്വയം പ്രകാശകം? ആത്മാ. സ്വയം പ്രകാശിപ്പിക്കുന്നതിന് മാത്രമേ മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കാൻ പറ്റൂ. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശത്തിന് സാധ്യവുമല്ല. അതുകൊണ്ട് എനിക്ക് എന്നെ അറിയാൻ വേറൊരാളുടെ സഹായം, കുത്തക, ഔദാര്യം വേണ്ടേ വേണം. ഇത്ര സുഖം. കണ്ണും കാതും നാക്കും മൂക്കും ഇന്ദ്രിയങ്ങളും ഒക്കെ പിന്തിരിഞ്ഞു വയ്യ, ഞങ്ങൾക്ക് കാണാൻ വയ്യ. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് ഏതാണ്? വേറൊരാളുടെയും സഹായം ഇല്ലാതെ ഈ അറിവ്, ഏറ്റവും വലിയ അറിവ് ഏതാ? ഞാൻ ഉണ്ടോ? വേറെ ആളോട് ചോദിക്കണോ? വേണ്ട. ഇത്രയധികം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് വേറെ ഒന്നുമില്ല. കണ്ണുകൊണ്ട് കണ്ടത് പറയാൻ വയ്യ, ശരിയാന്ന് പറയാൻ വയ്യ. ഏതൊക്കെ ശരിയെന്ന് അറിയാം. കണ്ടതെല്ലാം ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടത് പലതും ശരിയല്ല. കാണാത്തതൊന്നും ശരിയല്ല എന്നും പറഞ്ഞുകൂടാ. കാണാത്തത് പലതും ശരിയുണ്ട്. പ്രത്യക്ഷമായതേ ഞാൻ വിശ്വസിക്കൂ എന്നുള്ളത് മുഴുവൻ പൊളിയുന്നുണ്ട്. നിരന്തരം പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണത്.
പ്രത്യക്ഷവും അനുമാനവും പ്രവർത്തിക്കാത്തിടത്ത് മാത്രമാണ് ഇവിടെ ജിജ്ഞാസ അങ്കുരിക്കുന്നത് തന്നെ. അവിടെയാണ് സാധകൻ ജനിക്കുന്നത്. ആ സാധനയുടെ സാധന പോയി സാധിച്ചിട്ട് എവിടെ എത്തുന്നു? ഞാൻ ജ്ഞാനസ്വരൂപമാണെന്ന് അറിയുന്ന ജ്ഞാനിയിൽ പിന്നെ ഒരു ഭേദങ്ങളും ഇല്ല. നമുക്ക് വേണമെങ്കിൽ കൽപ്പിക്കാമെന്ന് മാത്രം. അത് നമ്മളെ ഗുണത്തിന് വേണ്ടി നമ്മൾ കൽപ്പിക്കുക, അത് വേണമല്ലോ. ജ്ഞാനി വിചാരിക്കുക, ഒരാൾ അജ്ഞാനിയാണ്, ഒരാൾ ജ്ഞാനിയാണ്, ഇയാൾ ഇങ്ങനെയാണ്, അയാളോട് പ്രത്യേക പരിഗണന ഒന്നും ആരിലുണ്ടാവില്ല. ഞാൻ കുറെ ആൾ പൂജിച്ചു, കുറെ ആൾ പരിഭവിച്ചു, ഒന്നും ജ്ഞാനിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം ഉണ്ടെങ്കിൽ ഇല്ലേ ശരിയാവില്ല. പക്ഷെ നമ്മുടെ ദൃഷ്ടിയാൽ നമുക്ക് അങ്ങനെ തോന്നിയേക്കാം. അതുകൊണ്ടാണ് ആ ഒരു അറിവിലാണ് എന്തുണ്ടാവുന്നത്? അവര് സ്വതവേ ഈ ആത്മജ്ഞാന അനുഷ്ഠാനം കൊണ്ട് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? വിനയം ഉണ്ടാവുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതര ശാസ്ത്രങ്ങൾ. അല്ലാതെ വേറെ ഒരു അറിവിന്റെ ഇതിലും വിനയം എന്നുള്ളത് തൊട്ടുകൂട്ടാണ്ടാവോ എന്നുള്ള സംശയമാണ്. പൊതുവെ നമ്മൾ കാണുന്നില്ല. വലിയ അറിവുണ്ടെങ്കിൽ പോലും കുറച്ചെങ്കിലും ആത്മജ്ഞാനം എത്രത്തോളം നേടുന്നുവോ അത്രത്തോളം ഉണ്ടാവും വിനയം ഉണ്ടാവും. വിനയം അത് ഒരു എന്താ ഭീരുത്വമായിട്ട് ചിലപ്പോൾ ലോകം മുദ്ര കുത്തിയേക്കാം. എത്രത്തോളം ആത്മജ്ഞാനിയാവുന്നു, ആത്മജ്ഞാനം നേടുന്നുവോ, ആത്മജ്ഞാനം എന്നുള്ളത് രണ്ടില്ല എന്നാലും സാധനാ തലത്തിൽ മുന്നേറുന്നുവോ, അങ്ങനെയുള്ള ഒരാൾക്ക് എന്തുണ്ടാവും? അതിനനുസൃതമായ അത് മാത്രമേ നമുക്ക് മാനദണ്ഡമാക്കാൻ പറ്റൂ ലോകത്ത്. അതുകൊണ്ട് എത്രത്തോളം അത് നേടുന്നുവോ, എത്രത്തോളം ഈ അറിവിന്റെ പന്ഥാവിലൂടെ നമ്മൾ പോകുന്നുവോ അത്രത്തോളം എന്തുണ്ടാവും? വിനയം ഉണ്ടാവും. ജ്ഞാതൃജ്ഞാന ജ്ഞേയ ഭേദങ്ങളില്ല. അതുകൊണ്ട് ഭേദകൽപ്പനകളില്ലാതെ സവികൽപ്പ സമാധിയിൽ ഈ ഭേദങ്ങൾ സൂക്ഷ്മമായി സ്ഥിതി ചെയ്യുന്നു. നിർവികൽപ്പവും സവികൽപ്പവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ, സവികൽപ്പം എന്ന് പറഞ്ഞാൽ നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ അഹം, സവികൽപ്പം എന്ന് പറഞ്ഞാൽ അഹന്ത. പറഞ്ഞാൽ മനസ്സിലായിരിക്കും. അഹവും അഹന്തയും വ്യത്യാസമുണ്ട്. ഏതാ അഹന്ത? അഹം എന്നുള്ളത് ഞാൻ എന്നുള്ളതിൽ ഞാൻ വെളുത്തതാണ്, കറുത്തതാണ്, സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ ബ്രഹ്മചാരിയാണെന്നോ അല്ലെങ്കിൽ ഇന്നതാളാണെന്നോ എന്നൊക്കെ എന്തൊക്കെ അതിലൊക്കെ എന്തുണ്ടാവും? അഹന്ത കൂടും അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ അഹന്ത ഒരു ശൃംഖലാബന്ധം പോലെ ഞാൻ എന്നുള്ളത് പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. ആരാ ഞാൻ ചോദിച്ചപ്പോൾ പറയുക ഞാൻ ഇന്ന ആളാണ്, എന്നെ അറിയില്ലേ? അഹന്തേ. മറ്റത് അഹന്തല്ല. എന്തുകൊണ്ട്? ഞാനേ ഉള്ളൂ. ഞാനൊന്നും ആയിട്ടില്ല, ഞാനൊന്നും ആവൂല്ല, ഞാൻ തന്നെയാണ്. ഇവിടെ അഹന്ത എന്ന് പറയുന്നത് എന്താണ്? പല കൽപ്പനകൾ ഞാൻ കൽപ്പിച്ചു. ഏതൊക്കെയാ? അച്ഛനമ്മമാരൊരു പേര് കൊടുത്തു. ആ പേര് അപ്പൊ ഏതാ ശരിയായ പേര്? അച്ഛനമ്മമാർ കൊടുത്ത പേരാണോ ഗുരുനാഥൻ എന്ന പേരാണോ? ഏതും ശരിയായ പേരല്ല. എനിക്ക് പേരുണ്ടോ? പേരില്ല. പേരില്ലാത്തതിൽ പേര് കൽപ്പിച്ചതാണ്. അപ്പൊ കൽപ്പിച്ചതൊക്കെ എന്താണ്? സവികൽപ്പങ്ങളാണ്. നിർവികൽപ്പമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ട്? ഞാൻ പേരല്ല, ഞാൻ ഈ ശരീരം അല്ല, ഞാൻ വെളുത്തതല്ല, കറുത്തതല്ല. അപ്പൊ ചോദ്യം ഇതാണോ അല്ലേ? ഇതിപ്പോ നമ്മൾ വ്യവഹാരത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഒരു ബ്ലേഡ് പോലെ എന്താ? ഏത് വലിയ എത്ര ഭംഗിയുള്ള ആളായാലും എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ഏതായാലും എന്താ ആ മാംസമൊക്കെ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പാത്രത്തേക്ക് ഇട്ടു. തൊലിയൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ടു. മാംസമൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ടു. തൊലി എടുത്തിട്ടാൽ തന്നെ പിന്നെ എന്തായി? പിന്നെ ഒരു സ്ഥാനമാനമല്ല, ഒക്കെ സമം തന്നെ. പിന്നെ ഒക്കെ ഒരേ ടൈപ്പ്. പിന്നെന്തായി? മാംസം എടുത്തിട്ടു. രക്തം എത്ര? 6 ലിറ്റർ. പ്രായപൂർത്തിയായ ആൾക്ക് 6 ലിറ്ററായി എന്ന് തോന്നില്ലേ? ഒരു പാത്രത്തേക്ക് അത് ആക്കി വെച്ചു. പിന്നെ ഒരു ശ്രദ്ധയോടുകൂടി അതിന്റെ എല്ലുകളൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ശരിക്കും ഒരു കെട്ട് വിറക് പൊട്ടാതെ എടുക്കാൻ പറ്റും. അത്ര അത് മുഴുവൻ വേർതിരിച്ചെടുക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അത്രേ അറിയുള്ളൂ. ആദ്യം കെട്ടി വെച്ചു. ഇപ്പൊ എന്താ വ്യത്യാസം? ഇത് ഓരോരുത്തരും മാറ്റി വെച്ചു. ഇപ്പൊ എന്താ വ്യത്യാസം ഉള്ളത്? ഇതൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ച് അല്ലേ ചില പൊടിയൊക്കെ പൂശി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വേറെ ഇതൊന്ന് വേറെ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതൊക്കെ ഇടയ്ക്കൊക്കെ ചിന്തിക്കണം എന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെ ചിന്തിച്ചാൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കണം. അപ്പൊ ചിന്തിച്ചാൽ എന്തുണ്ടാവും? ഈ ഭേദകൽപ്പനകളാണെന്ന് മനസ്സിലാവും. അപ്പൊ നിർവികൽപ്പ സമാധിയിൽ ഉറച്ചു.
സമാധി രണ്ടെണ്ണമാണല്ലോ. ഏതാ? സവികൽപ്പം, നിർവികൽപ്പം. ഏതാ ഇപ്പൊ നിർവികൽപ്പം എന്ന് വെച്ചാൽ ഇതാ. ധ്യാനം മുതലായ ആധ്യാത്മിക സാധനകളുടെ അപരോക്ഷമായ ഫലത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. പരോക്ഷം അപരോക്ഷം എന്ന് തിരിക്കുന്നുണ്ട്. അല്ലാതെ പരോക്ഷമായതിനിപ്പോ വർണ്ണിക്കാൻ പറ്റുമോ? എന്താ അഭിപ്രായം? അത് വർണ്ണിക്കാൻ പറ്റുമോ? മറ്റത് വർണ്ണിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാ ശരി, വർണ്ണിക്കാമോ? ഏവമാത്മാരണൗ ധ്യാനം മഥനേ സതതം കൃതേ ഉദിതാവഗതിജ്വാല സർവാജ്ഞാനേന്ധനം ദഹേത്. ഇപ്രകാരം ആത്മാവാകുന്ന അരണിയിൽ, ഏവമാത്മാരണൗ അരണിയിൽ എന്ത് ചെയ്യണം? ധ്യാനമാകുന്ന മഥനം, ധ്യാനമഥനേ, ധ്യാനമാകുന്ന മഥനം നിരന്തരം ചെയ്ത്, നരേന്ദ്ര ഇടതടവില്ലാതെ ചെയ്തുകൊണ്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും ഉദിതാവഗതി ജ്വാല, സംജാതമാകുന്ന ആ ജ്ഞാനാഗ്നി ജ്വാല എന്ത് ചെയ്യുന്നു? സർവ അജ്ഞാനേന്ദനം ദഹേത്, സർവ അജ്ഞാനങ്ങളെയും എന്ത് ചെയ്യുന്നു? സമ്പൂർണം ദഹിപ്പിക്കും. അജ്ഞാനമാകുന്ന വിറക് മുഴുവൻ സമ്പൂർണമായി ദഹിപ്പിക്കും. അപ്പോ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവിടെ ഉപനിഷത്തിൽ പറയുന്ന ഇല്ലേ മഥന പ്രക്രിയയുണ്ട്. അവിടെ പ്രണവത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലേ? പ്രണവം യഥൈതാംസി സമിഗ്ധഗ്നിർഭസ്മസാത് കുരുതേർജുന. അതിലില്ല ഗീതയാണ്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. എവിടെയുള്ളത്? ഇതിനെ സാധൂകരിക്കുന്ന മറ്റൊരു ശ്ലോകമാണത്. ഏത്? ഭഗവത്ഗീതയിൽ. അല്ലേ? കേട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഏതിലാവും? 4. അപ്പൊ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? അജ്ഞാനത്തെ മുഴുവൻ ഭസ്മമാക്കാൻ കഴിയുള്ളൂ. വേറെ അഗ്നി കൊണ്ടൊക്കെ കത്തിച്ചാലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടായി എന്ന് വരും. വെണ്ണീര് അല്ലേ? ഈ വെണ്ണീര് മാത്രമല്ല, വെണ്ണീരിലൊക്കെ അക്ഷരങ്ങൾ ചിലപ്പോൾ തെളിഞ്ഞൊക്കെ കാണാം. അങ്ങനെ ഉണ്ടാവില്ലേ? എന്താ? ഭസ്മം ഒക്കെ ഉണ്ടായിരുന്നു. ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടല്ലോ, ജ്ഞാനമാകുന്ന അഗ്നിയെ കൊണ്ട് ഭസ്മാക്കി കഴിഞ്ഞാൽ എന്താവും? പ്ലാസ്റ്റിക്കൊക്കെ ചുടുന്നുണ്ടല്ലേ ഇപ്പോൾ ആൾക്കാർ? പ്ലാസ്റ്റിക്കൊക്കെ ചുട്ട് കഴിഞ്ഞാലും ശേഷിക്കും അല്ലേ? ഏത്? വിറക് കുറേ മറ്റേ ഇലകളും ഒക്കെ കൂട്ടി ഒന്നിച്ച് ചുടുകയാണെങ്കിൽ അല്പം ശേഷിക്കാതെയൊക്കെ ദഹിപ്പിക്കാം. പക്ഷെ അത് എവിടെ ശേഷിക്കുന്നുണ്ട്? ഇപ്പോൾ ചെയ്യണതൊക്കെ ഇപ്പോൾ വിപരീത. നല്ല സൂര്യപ്രകാശം 40 ഡിഗ്രി ചൂടൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആ സമയത്താണ് ഇതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അത് ഉയർന്നു പോവുകയായിരുന്നു. ഇതിപ്പോൾ എന്താ? ഇതിപ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. രാത്രി പോകുമ്പോൾ എത്ര സ്ഥലത്താണെന്നറിയും. ചില സ്ഥലത്ത് കാണുന്നത് തങ്ങി നിന്നിട്ട് വാഹനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലാണ്. അപ്പോൾ നിരന്തരം കാണും. കത്തിച്ച് കളയാൻ പറ്റുന്നുണ്ടെങ്കിലും കളയുന്നുണ്ടോ? ഒന്നുകൂടിയും പരക്കുന്നുണ്ട്. മാരകമായ വിപത്തിന് കാരണമാകും. ചെയ്യണത് ശരിക്ക് സൂര്യപ്രകാശമുള്ള സമയത്ത് ചെയ്താൽ കുഴപ്പമില്ല. ഉച്ചയ്ക്കൊക്കെ ചെയ്താൽ നല്ലതാണ്, കാറ്റൊന്നും ഇല്ലാതല്ലേ, നല്ല സമയത്ത്, ആ സമയത്ത് നല്ലോണം വെയിലുള്ള സമയത്ത് ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പൊ ചെയ്യണത് എങ്ങനെയാ? ഇപ്പൊ ചെയ്യണത് സന്ധ്യയായ എല്ലാ കടേന്റെ മുന്നിൽ, റോഡ് സൈഡിൽ, ഹൈവേയുടെ മുന്നിലൊക്കെ ഇത് ഇട്ട് കത്തിക്കുക. ഇതിട്ട് കത്തിച്ചിട്ട് റോഡിലും പുക. എന്താ മുന്നോട്ട് കാണാത്ത മഞ്ഞാണെന്ന് വിചാരിച്ചു? മഞ്ഞ് മാത്രമല്ല അത്, ഇത് പുകയും കൂടിയും കൂടി ചേരാം. അതുകൊണ്ട് അതിപ്പോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ അറിവാണ് എല്ലാ അജ്ഞാനത്തെയും അജ്ഞാനത്തിന്റെ സന്തതികളായ പരിവാരങ്ങളായ സർവ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും തീരാൻ പോണില്ല. അറിവ് കൊണ്ട് വേണം ഇത് ശുദ്ധീകരിക്കാൻ. സംശയത്തിൽ ലേശം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ അറിവ് പൂർണ്ണമല്ല.
എത്ര ആളാ അതിൽ കുടുങ്ങിപ്പോണതെന്ന് അറിയില്ലേ ഈ സംശയാളായിട്ട്. കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും എന്തുണ്ടാവും, സംശയം തീരുന്നില്ല. എന്താ സംശയം തീരാത്തത്? ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് ദഹിപ്പിക്കാത്ത കാലത്തോളം സംശയം ശേഷിക്കും. തൽക്കാലം ഒരു സമാധാനമൊക്കെ ഉണ്ടായിന്ന് വരും. പിന്നെയും ചോദിക്കും എന്ത്, എത്ര ദിവസാ പുല, എത്ര ദിവസാ വാലായ്മ, അങ്ങോട്ട് കയറാൻ പറ്റും. ഈ സംശയമുള്ള ആൾ ചെയ്യാനും പാടില്ല കേട്ടോ, അത് വേറെ വിഷയമാണ്. സംശയമുള്ള ഒരാൾ സംശയിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത്, അപകടമാണ്. ഇനിയിപ്പോൾ എഴുതാപുറം വായിക്കരുത്, അങ്ങനെയൊന്നല്ല. പക്ഷെ അറിവുള്ള ഒരാൾക്ക് പിന്നെ വേറൊരാൾ സംശയം ചോദിക്കേണ്ട ആവശ്യം വരില്ല. വരുമോ? സംശയം ചോദിക്കുന്നത് തെറ്റെന്നല്ല, സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് നിവൃത്തി വരുത്തന്നെ വേണം. പക്ഷെ അത് നിവൃത്തി വരുമോ? ഒരു ഭാഗത്ത് അത് തീർപ്പ് കൽപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കൂടെ അത് വേറിക്കും എന്ന തീരുക. ഈ ജ്ഞാനമാകുന്ന അഗ്നിയിൽ അറിവിൽ പൂർണ്ണമായി തീരുമ്പോൾ പിന്നെന്തായി? ഈ പരിമിതങ്ങളായ വസ്തുക്കളെ കുറിച്ചുള്ള വസ്തുജാലങ്ങളെ കുറിച്ചുള്ള പരിമിതങ്ങളായ ഈ സംശയങ്ങൾ തീരും. പിന്നെ വലിയൊരു സംശയം, അതേതാ സംശയം? അത് ഇതാ. പിന്നെ ഒരൊറ്റ ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യം അല്ലേ, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, പിന്നെ മോക്ഷേച്ച്, പിന്നെ ഇതരങ്ങളായവ ഒന്നുമില്ല. പിന്നെ അത് തീരണം. അത് തീരുന്ന എപ്പോഴാണ്? സ്വയം നേരത്തെ പറഞ്ഞ ജ്ഞപ്തി സ്വരൂപത്തിൽ മാത്രം. അതുവരെ അത് തീരില്ല. പക്ഷെ ഇതര സംശയങ്ങളൊക്കെ തീരണം. സകല കർമ്മവാസനകളെയും ദഹിപ്പിക്കുന്നുവെന്ന് താല്പര്യം. അല്ലയോ അർജുന, ജ്ഞാനാഗ്നി സകല കർമ്മങ്ങളെയും ഭസ്മമാക്കി ചെയ്യുന്നു എന്ന് ആണ് നേരത്തെ ചൊല്ലിയതിന്റെ അർത്ഥം. സകല കർമ്മങ്ങളെയും ഭസ്മാക്കി, കർമ്മസന്യാസം. പിന്നെ അവിടെ കർമ്മങ്ങളേ ഇല്ല. ഞാൻ ചെയ്യുന്നു, ഞാൻ ഭുജിക്കുന്നു, കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങൾ മുഴുവൻ ഭസ്മമായി കഴിഞ്ഞു. കർത്തൃത്വ ഭോക്തൃത്വം അല്ലാതെ ഒന്നും തന്നെ ഈ ലോകത്തില്ല. ഞാൻ ചെയ്യുന്നു, ഞാൻ ഭുജിക്കുന്നു എന്ന പട്ടികയിൽ പെടാത്തതായ ഒന്നും തന്നെ ഈ ലോകത്തില്ല. ഇനി ക്ലോണിങ് ആയാലും ഫോട്ടോസ്റ്റാറ്റ് ആയാലും ഏതായാലും വേണ്ടല്ല. ഇപ്പൊ പറയണില്ലേ, ഞങ്ങളിത് കണ്ടെത്തി, ഇത് കണ്ടെത്തുന്നതോടുകൂടി ഇന്ന് വരെ പറഞ്ഞു ഇരുന്നിരുന്നത് മുഴുവൻ അപകടത്തിലാവാൻ പോവാണെന്നൊക്കെ മറുപടി കൂട്ടുന്നുണ്ട്. പക്ഷേ വേദാന്തം അന്നേ പറഞ്ഞു വെച്ചു. ഏത്? ഇനി എന്തൊക്കെ പറയാനുണ്ടോ, ഇതുവരെ എന്തൊക്കെ പറഞ്ഞുവോ ഇതൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കർത്തൃത്വ ഭോക്തൃത്വ, ഞാൻ ചെയ്യുന്നു, ഞാൻ ഭുജിക്കുന്നു എന്നുള്ളതിൽ അടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഏതാണ്? കർത്തൃത്വ ഭോക്തൃത്വ അല്ല ആത്മാ. അതാണ് തെറ്റിദ്ധരിക്കരുത്. ഇന്നതൊക്കെ ചെയ്താൽ, ഇന്നതൊക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്നോ, അല്ലെങ്കിൽ എനിക്കത് ലഭിക്കും എന്നോ, അത് കിട്ടേണ്ടതായോ ഒരു വസ്തു അല്ല എന്ന് പറയുകയാണ്. കർമ്മം ഒക്കെ എങ്ങനെയല്ലേ? നേടിയെടുക്കുന്നതല്ലേ. അതുകൊണ്ടാണല്ലോ കർമ്മശേഷം പറഞ്ഞത്. കർമ്മത്തിനൊക്കെ പരിമിതങ്ങളായത്. ജഡമായ കർമ്മം കൊണ്ട് ജഡമല്ലാത്ത തത്വത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. കർമ്മം കർത്താവിനാൽ ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് എന്താണ്? അതിന് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ജ്ഞാനമേവത് കൈവല്യെന്ന്. കർമ്മമേവത് കൈവല്യെന്ന് പറഞ്ഞില്ല. അപ്പൊ ചോദ്യം, അത് ജ്ഞാനകാണ്ഡികൾ പറയുന്നതല്ലേ, വേദാന്തികൾ പറയുന്നതല്ലേ? തെറ്റ്. കർമ്മം, നേരത്തെ പറഞ്ഞ കർമ്മം എന്നുള്ളത് അനുക്രമം എന്നോണം ഈ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് അന്ധക്കരണ ശുദ്ധിക്കായിക്കൊണ്ട് കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. നല്ലോണം ചെയ്യണം. അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയ കർമ്മങ്ങൾ, അന്ധക്കരണ ശുദ്ധിക്കായിക്കൊണ്ട് ചെയ്യപ്പെട്ട കർമ്മങ്ങൾ അവസ്ഥയ്ക്കനുസരിച്ചും ഗുണത്തിനനുസരിച്ചും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഉയരില്ല. അവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യണം, ഗുണത്തിനനുസരിച്ച് ചെയ്യണം. ഒരാളുടെ ഗുണം എന്താണോ അതിനനുസരിച്ച് കർമ്മം ചെയ്യണം. പക്ഷെ അത് എന്തിനാണ്? ഈ തലത്തിലേക്ക് എത്താനല്ല. പിന്നെ എന്തിനാണ്? അത് അവിടേക്ക് എത്താൻ തടസ്സമായതിനെ നീക്കാൻ. മനസ്സിലാവില്ലേ അത്? അപ്പോ ഒരാള് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാൾ ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച കർമ്മങ്ങൾ ചെയ്യാൻ ഒരു വിദ്യാർത്ഥി. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി അല്ലേ? വിവാഹം കഴിക്കാതെ ഈ വിദ്യ നേടിയിരിക്കുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞത് സ്നാതകനായാലല്ല, ഡിഗ്രി കഴിഞ്ഞാലല്ല, സ്നാനം ചെയ്താലല്ല, അതിനു മുമ്പ്. അപ്പൊ അയാൾ ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാര്യത്തിൽ
അയാളുടെ അവസ്ഥ ഏതാണ്? മുഖ്യധർമ്മം ഏതാണ്? പഠിക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അയാള് മുറ്റടിച്ച് മൗനവായനൊന്നും പറ്റില്ല, ഉറക്കം വായിക്കേണ്ടി വരും. വായിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ചു നേരം വായിക്കുമ്പോഴേക്ക് അപ്പുറത്തുള്ള ഒരാളായിട്ട് വർത്തമാനം പറയാൻ വേണ്ടി വരും, അടങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? അതൊന്ന് വർത്തമാനം പറഞ്ഞ് പോരി തന്നെ വേണ്ടി വരും, എന്നിട്ട് പിന്നെ പഠിക്കേണ്ടി വരും. ആ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ കുത്തിയിരുന്ന് പഠിക്കാൻ പോയാൽ ചിലപ്പോൾ ഉറക്കം തൂങ്ങലാവും മിച്ചം. അപ്പൊ ഗുണത്തിനനുസരിച്ചും അവസ്ഥയ്ക്കനുസരിച്ചും കർമ്മങ്ങളെ ചെയ്താൽ ആ വ്യക്തിക്ക് ഉയർത്തുണ്ടാവും, ആ വ്യക്തി ബന്ധപ്പെടുന്ന മേഖലയിലും ഉയർത്തുണ്ടാവും. ഇല്ലെങ്കിൽ ഭാരമാവും. ജോലി ചെയ്യുന്ന ഒരാളും അങ്ങനെ തന്നെയാണ്. സത്വഗുണക്കാരനായ ഒരാൾ, സാത്വികമായ ഗുണഘടനയുള്ള ഒരാള് അതിനനുസൃതമായ ജോലിയിൽ വേണം പ്രവേശിക്കാൻ. കിമ്പളം വിചാരിച്ച് ഗുണത്തിന് ചേരാത്ത ജോലിക്ക് പോയാൽ അതായത് തൃപ്തി ഉണ്ടാവില്ല. തൃപ്തിയില്ലാത്ത കർമ്മങ്ങൾ അയാൾ ഉയർത്തില്ല. അയാൾ ഉയർത്തില്ലെന്ന് മാത്രമല്ല, അയാൾ ബന്ധപ്പെടുന്ന മേഖലയിൽ ഒരു ഉയർത്തി ഉണ്ടാവില്ല. ഓഫീസിൽ ഫയലുകൾ കെട്ടിക്കിടക്കും. അയാൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട പണി ചെയ്യില്ല. ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൂലിപ്പണി ആവരുത്, പണിക്കൂലി ആവണം. അപ്പൊ എന്ത് വേണം? ആ ചെയ്യുന്ന ജോലിയിൽ അയാൾക്ക് തൃപ്തി എന്നുള്ള മനോഭാവം ഉണ്ടാവണം. തൃപ്തി ഉണ്ടാവണം, തന്റെ ഗുണങ്ങൾ പ്രേരിപ്പിക്കുന്ന കർമ്മമാവണം. അതുകൊണ്ടാണ് പറഞ്ഞത്, വേദം പഠിക്കാൻ ശൂദ്രൻ വേദം പഠിച്ചാൽ ഈയം ഊഹിക്കൊഴിക്കണം എന്നൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതിന്റെ ഫലമായിട്ടായിരിക്കണം. ശൂദ്രൻ വേദം കേൾക്കില്ലാന്ന്, കേൾക്കുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മനോലോകം കണ്ടിരിക്കുകയായിരിക്കും. ശൂദ്രൻ എന്നുള്ളത് ജാതി അടിസ്ഥാനത്തിലല്ല പറഞ്ഞത്, സ്വഭാവത്തിന്റെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മാറ്റണമെങ്കിൽ വേറൊരു വഴിയുള്ളൂ. എന്താ? ഞങ്ങൾക്ക് അവകാശം വേണമെന്നും പറഞ്ഞിട്ട് കൊടി പിടിച്ചിട്ടും മുഷ്ടി ചുരുട്ടിയിട്ടൊന്നും കാര്യമില്ല. അതിനെന്ത് വേണം? ഒറ്റ വഴിയുള്ളൂ. എന്ത്? ആഹാര ശുദ്ധി കൈവരിച്ച്, ആഹാരം എന്നുള്ളതുകൊണ്ട് വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല, അങ്ങനെ ആഹാരശുദ്ധിയിലൂടെ, ആഹാരശുദ്ധോ തത്വശുദ്ധി, തത്വശുദ്ധോ ധ്രുവാസ്മൃതി, നല്ല ഓർമ്മശക്തി ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഏതുണ്ടാവുള്ളൂ? ഇതിന് കഴിയില്ല. ഇല്ലെങ്കിൽ കഴിയില്ല. അല്ലെങ്കിൽ പട്ടാളത്തിൽ ജോലി കിട്ടി ഗതികേട് കൊണ്ട് സാത്വികനായ ഒരാൾക്ക് എങ്കിലുണ്ടാവും സംഗതി കുഴപ്പമാവും, രാജ്യത്തിന്റെ കാര്യം അപകടമാവും, അർജുനനെ പോലെ ആയിപ്പോവും. അങ്ങനെയുള്ള അർജുനനെ നമുക്ക് വേണ്ട. അർജുന വിഷാദ യോഗത്തിൽപ്പെട്ട അർജുനനെ പോലെയുള്ള അർജുനനെ കൊണ്ട് ഒരു ഗുണമല്ല എന്ന് മാത്രമല്ല, ഒരു വ്യക്തിക്കല്ല ദോഷം, സമൂഹത്തിന് മൊത്തം അയാള് ഭാരമായിരിക്കും. അയാളെ നോക്കേണ്ടി വരും ബാക്കിയുള്ളവർക്ക്. അല്ലെങ്കിൽ സത്വഗുണ സമ്പന്നനായ ഒരാള് അല്ലെങ്കിൽ രജോ ഗുണ സമ്പന്നനായ ഒരാള് അധ്യാപകനാവാൻ പോയാൽ കുട്ടീന്റെ ചെവി കൈകി പോന്നു വരും. ദേഷ്യം പിടിച്ചാല് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഓരോ മേഖലയിലും ഇല്ലേ. പിന്നെ ഇങ്ങനെ അവസ്ഥയും ഗുണം എന്ന് പറയുന്ന സമയത്ത് ചിന്തിക്കണം. എന്നാണ് ഒരാൾ ചോദിക്കുക, അപ്പോ ഈ രജോ ഗുണമായുള്ള ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്പം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില കാലത്ത്, ചില ദേശത്ത്, ചില സ്ഥലത്ത് അനുസൃതമായ ഭക്ഷണം കഴിച്ചാലാവും ചിലപ്പോൾ ഗുണം ചെയ്യാം. എന്താ അഭിപ്രായം? ഹിമാലയത്തില് അങ്ങനെയൊക്കെ ആവാല്ലേ? അത് ഇവിടെ ആയാലും അത് വിപരീത ഫലാ ചെയ്യാം. എന്താ അഭിപ്രായം? അങ്ങനെയില്ല. എല്ലാ സ്ഥലത്തും ഒരേ ഭക്ഷണം പറ്റുമോ? എല്ലാ അവസ്ഥയിലും അത് പറ്റുമോ? എല്ലാ ഗുണക്കാർക്കും അത് പറ്റുമോ? ചിലർക്ക് അല്ലാതെ തന്നെ ഉണ്ടാവും പ്രശ്നങ്ങൾ, അലർജിയൊക്കെ വരൂലേ. എല്ലാ സ്ഥലത്തുള്ളവരും അല്ലേ മാംസം കഴിക്കണം എന്ന് പറഞ്ഞാൽ സംഗതി കുഴപ്പമാവില്ലേ? അതുകൊണ്ട് മാംസം കഴിക്കേണ്ടെന്ന് അർത്ഥമുണ്ടോ? അവസ്ഥയ്ക്കനുസരിച്ച് വേണ്ടേ. ഹിമാലയത്തിൽ പുതപ്പ് ഉപയോഗിക്കേണ്ടത് ഇവിടെയും പുതപ്പ്, നല്ല ചൂടിൽ പുതപ്പ് ഉപയോഗിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇനി നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ആ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്നത് വരെ, നമ്മളെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യുന്നത് വരെ ക്രമികമായി നമ്മൾ ഉയർന്നു പോകണം. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവിടുത്തെ ശീലമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അവിടെ കടുകെണ്ണ ഉപയോഗിക്കുന്നത് ഇവിടെ കടുകെണ്ണ ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കണം. ചൂട് കൂടും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവസ്ഥയ്ക്കനുസരിച്ചും ഒക്കെ ഈ പ്രകൃതിയുടെ ഭാഗമാണ് ഇത്. ഇതിന്റെ സമഷ്ടി ഭാവം എന്താണ്? പ്രകൃതിയാണ്. പ്രകൃതി തന്നെയാണ് നമ്മൾ. ഏതാ പ്രകൃതി? പ്രകൃതിന്റെ വികൃതിയാണുള്ളത്. പ്രകൃതി വികൃതിയല്ലേ ഇത്? അപ്പൊ വികൃതിയും പ്രകൃതിയും നിന്ന് അന്യമായ വികൃതി ഇല്ലല്ലോ. പറഞ്ഞു മനസ്സിലായില്ല? അപ്പൊ അതിനനുസരിച്ച് സ്വീകരിച്ചാൽ ഇപ്പൊ വിദ്യാർത്ഥി എന്തൊക്കെ ചെയ്യണോ അത് ചെയ്താൽ അയാൾക്ക് ഉയർത്തുണ്ടാവും. വിപരീതം ചെയ്താലോ ഉണ്ടാവില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ചെയ്യണതാണ്
ഇറച്ചിക്കോഴിയാണ്. അല്ല അല്ല പറഞ്ഞു മനസ്സിലായില്ല. ഇനി അതുമല്ല, പത്രത്തിൽ ഇപ്പം അടുത്ത് വന്നു 32 തരം രോഗങ്ങളാണ് അത്രേ മാംസാഹാരം കഴിക്കുന്നവരിൽ ഉണ്ടാവുന്നത്. മറക്കരുത്. കുഴഞ്ഞു വീണ് മരിക്കുന്നവരിൽ അധികവും ഇത് കഴിക്കുന്നവരാണത്രേ. അത് ഇറച്ചിക്കോഴിയല്ല കേട്ടോ. വായിച്ചോ? ബ്രെയിനിൽ ട്യൂമർ വരെ ഉണ്ടായിട്ട് അത് അറിയപ്പെടാതെ പെട്ടെന്ന് വീണ് മരിക്കുന്നത് പോലും അതാണത്രേ. ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോൾ പത്രം വായിക്കുന്ന സമയത്ത് പത്രത്തിനെ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്. ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്, അല്ലേ? അതേപോലെ ഈ പാകിസ്ഥാനിലെ വാർത്ത വായിച്ചില്ലേ? ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റത്തിന് വിധേയമാക്കിയവരെ അവിടെ കുറച്ച് ഹിന്ദുക്കളേ ഉള്ളൂ, എണ്ണത്തിന്, പേരിന് മാത്രം. അവരൊറ്റക്കെട്ടായിട്ട് എതിർത്തു. അതിപ്പോ കോടതിയുടെ പരിഗണനയില്ല. ഇവിടെയാണെങ്കിൽ എന്ത് പറയും? ചിന്തിച്ചു. മിഞ്ഞാന്നോ അതിൻ്റെ തലേന്ന് മാതൃഭൂമി പത്രത്തില് ലാസ്റ്റ് പേജില് ഒരു കോളമുണ്ട്, വായിച്ചു നോക്കിയാൽ. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഒറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അറിവ് എന്നുള്ളത് ഗതിക്ക് വരിക, അല്ലേ? ജ്ഞാനം എന്നുള്ളത് എന്താണ്? അറിവാണ് എല്ലാവർക്കും. അറിവില്ലായ്മ എല്ലാ മേഖലയിലും ചൂഷണം ചെയ്യപ്പെടും. അറിവില്ലായ്മ എല്ലാ മേഖലയിലും ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലായാലും അറിവാണ് മുഖ്യം. അറിവുള്ളവനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല, സംശയമില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റ വഴിയല്ലോ, എന്ത്? അറിയാ. ആ അറിവ് പരമാർത്ഥത്തിലേക്ക് എത്തുമ്പോൾ എന്തായി? ഇനി ഒട്ട് ഞാനും എന്നെ തെറ്റിദ്ധരിക്കില്ല. അതുവരെ ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അതും ഇല്ലാതായി. മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നു, ഞാൻ എന്നെ തെറ്റിദ്ധരിക്കുന്നു, അല്ലേ? ആത്മവിശ്വാസം ഇല്ലാത്തവരായിട്ട് കഴിഞ്ഞു. പിന്നെ അതും എന്തായി? പിന്നെ ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് ഈ ശാന്തി മന്ത്രമൊക്കെ ചൊല്ലണ സമയത്ത് എത്ര ശാന്തിയുണ്ട്? 3 ശാന്തി വേണോന്നൊരു ചോദ്യമുണ്ട്. വേണോ? വേണ്ട. എന്തുകൊണ്ട്? എല്ലാ ദുഃഖങ്ങൾക്കും കാരണം താൻ ഹേതുവാണ്. താൻ ഹേതുവായിട്ടില്ലാത്ത ഒരു ദുഃഖവും ഇല്ല. മറ്റുള്ളവരെയൊക്കെ വെറുതെ കുറ്റം പറയുക. അതുകൊണ്ട് ഈ ജ്ഞാനിയെ, ഏത് ജ്ഞാനിയെ? ഈ പറഞ്ഞ ജ്ഞാനിയെ ദുഃഖിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എന്തുകൊണ്ട്? ദുഃഖിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട്. ഇനി ആരെങ്കിലും ദുഃഖിക്കാൻ തയ്യാറാണോ? അവർക്ക് വരാത്ത ദുഃഖമില്ല, ദുഃഖം ഇല്ലാത്ത സമയവും ഇല്ല. കാരണം അവർ തയ്യാറാണ്, എപ്പോഴും തയ്യാറാണ്. എന്തിന്? എന്താ ദുഃഖിക്കാൻ വഴിയെന്ന് ആലോചിച്ചിരിക്കുക. അതുകൊണ്ട് ദുഃഖം വന്നുകൊണ്ടേയിരിക്കും. ഒരു നേരം പോലും ദുഃഖമില്ലാത്ത സമയം അയാൾക്ക് ഉണ്ടാവില്ല. എന്നാൽ ജ്ഞാനിയെ ദുഃഖിപ്പിക്കാൻ ആദിദൈവികമോ ആദിഭൗതികമോ, ആദിദൈവികം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃത്യ ഉള്ളത് ആദിദൈവികം. പിന്നെ ഭൗതികം എന്ന് പറഞ്ഞാൽ ഇതര ജീവജാലങ്ങളാൽ ഉള്ളത്. ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. ഞാൻ ദുഃഖിക്കാൻ തയ്യാറല്ലോ. തയ്യാറാണോ എന്നെ ദുഃഖിക്കാനേ സമയമുള്ളൂ. അതുകൊണ്ട് ജ്ഞാനം തന്നെ മോക്ഷം. ജ്ഞാനം തന്നെ മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാമിനെ കണ്ടാൽ മോക്ഷം കിട്ടുന്നുള്ളത് മറന്നു. ഇപ്പൊ എന്തായി? ദുഃഖമില്ലാത്ത സ്ഥിതി വിശേഷം. എപ്പോ? അവിടെയല്ല, ഇവിടെ. ഇപ്പോ അദൃഷ്ടമായ സ്വർഗം പോലെ അല്ലാതെ ദൃഷ്ടമാണിവിടെ. എവിടെ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദുഃഖം എന്നുള്ളത് ഒന്നിനാലും ദുഃഖിക്കാത്ത ആനന്ദമത്തനായ ഒരു മത്തൻ തന്നെയാണ്. ആനന്ദമത്തനായിരിക്കുന്ന സ്ഥിതിവിശേഷം, അതാണ് ഏത്? ജ്ഞാനം. അപ്പൊ ജ്ഞാനത്തിന്റെ പരം സിദ്ധി ഏതാണ്? ഈ ജ്ഞാനമാണ്. ആ പരം സിദ്ധൻ, ഏറ്റവും വലിയ സിദ്ധൻ ഏതാണ്? സിദ്ധി ഏതാണ്? ജ്ഞാനസിദ്ധിയാണ്. ഈ ജ്ഞാനസിദ്ധിക്ക് പരിശ്രമിക്കുന്ന മറ്റ് സിദ്ധികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന 1000-ൽ ഒരു അംശം മതി. ഏതിന്? ഈ പരം സിദ്ധി നേടാൻ. എന്നിട്ടും ആരും പോണില്ലല്ലോ. വല്ല പൊടിക്കയ്യോ വല്ല അല്ലേ, അതൊക്കെ മതി. അത് മിഞ്ഞാന്നുണ്ടായി സംഭവം. മിഞ്ഞാന്നല്ല, 3-4 ദിവസം മുമ്പാണ്. മഞ്ചേരി തിരുവണിക്കര ക്ഷേത്രത്തില് ഈ ഐക്കരപ്പടി പ്രമോദ് കുമാർ ഉണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു. അതില് ഒരു കുട്ടി അടുത്ത് വന്നിട്ട് ഈ ചരടൊന്ന് കെട്ടിത്തരുമോന്ന്. നമ്മൾ ചരടൻ ദോഷമൊന്നും പറയുന്നില്ല, പക്ഷെ ചരട് കെട്ടിത്തരുമോ? നമ്മൾ പറഞ്ഞു, നമ്മൾ ചരട് കെട്ടുന്ന ആളല്ല, അഴിക്കുന്ന ആളാണ് മോനെ. ഈ ചരടിന് എത്ര ആൾ ക്യൂ നിൽക്കുകയെന്നറിയോ? പ്രഭാഷണം തുടങ്ങിയോടുകൂടി ആളുകളൊക്കെ പോയി.
പറഞ്ഞ മനസ്സിലായില്ല. പിന്നെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ചരടിന് നിന്ന ക്യൂ എത്ര ദൂരെയെന്നറിയോ? അതിൽ പ്രമോദ് പ്രഭാഷണം തുടങ്ങിയ